ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ചമ്പനീർ പൂവിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ഛമ്മ പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം എടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടം. അച്ഛമ്മ പോകണ്ട എന്നുള്ളൊരു കാര്യമാണ് അവിടെ എല്ലാവരും പറയുന്നത്. ഏതായാലും രേവതി മോളെ, നീ എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും എന്തൊരു മനസ്സമാധാനമാണെന്നറിയാവോ? നീ കിടന്നപ്പോൾ ഈ വീട്ടിൽ ഒന്നുമല്ലാത്തൊരു രീതിയിലായിപ്പോയി. കാരണം ഈ കുടുംബത്തിന്റെ ഗൃഹനാഥ കടന്നുപോയ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയതെന്ന് പറഞ്ഞിട്ട് രേവതിയെയും പറയുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി ആണെങ്കിൽ അച്ഛമ്മക്ക് ഇനി കുറച്ച് ദിവസം കൂടെ നിന്നൂടെ അച്ഛമ്മേ, അത് കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പറ്റില്ല മോളെ, കാരണം ഞാൻ അവിടെ ചെന്നാൽ മാത്രമേ കാര്യങ്ങളെല്ലാം ഓടുള്ളൂ. അല്ലെങ്കിലേ അവര് മടി പിടിച്ച് എവിടെയെങ്കിലും മാറി നിൽക്കും. അതൊന്നും പറ്റില്ലല്ലോ. നമുക്ക് നമ്മുടേതായ ജോലി കറക്റ്റായിട്ട് ചെയ്യണ്ടേ. ഇനിയിപ്പോ ചന്ദ്ര വരുമല്ലോ, എത്രയും പെട്ടെന്ന് ചന്ദ്ര എത്തുമല്ലോ എന്നൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി ആണെങ്കിൽ ഏതായാലും അമ്മയുടെ 80ാം പിറന്നാള് നമുക്ക് ഗംഭീരമായി ആഘോഷിക്കണം തിടിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിൽ അച്ഛമ്മയ്ക്ക് 80 വയസ്സായോ അച്ഛമ്മേ? വിശ്വസിക്കില്ലട്ടോ ആരും. കൂടി വന്ന ഒരു 60-65 അത്രേ തോന്നിക്കുള്ളൂ. 80 വയസ്സൊന്നും അച്ഛമ്മക്ക് തോന്നിക്കേയില്ല. അപ്പോ ശ്രുതിയും കൂടിയാണെങ്കിൽ പറച്ചിട്ട് കേട്ടില്ലേ? അച്ഛമ്മയെ സോപ്പിടുകയാണ് അവന്റെ ഒരു സോപ്പിങ്. ഇപ്പോഴേക്ക് അച്ഛമ്മ, എടാ സച്ചി, നിന്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്, എനിക്ക് നല്ല പ്രായം തോന്നിക്കും, നീ ചുമ്മാ സോപ്പിങ് ഇടണ്ടേ സച്ചി എന്നൊക്കെ പറയുമ്പോൾ അമ്മ, ഏതായാലും അമ്മയുടെ 80ാം പിറന്നാള് നമുക്ക് ഇവിടെ വെച്ച് ആഘോഷിച്ചാലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് വേണ്ട, ഇവിടെ വെച്ചല്ല, 80ാം പിറന്നാള് നമുക്ക് എൻ്റെ വീട്ടിൽ വെച്ച് ആഘോഷിക്കാം, അതല്ലേ നല്ലത്? അതാണ് നല്ലത്, നിങ്ങളെല്ലാവരും വരണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതി സച്ചിക്കാണെങ്കിൽ ഉറപ്പായിട്ടും വരും അച്ഛമ്മേ, അവിടെ വന്ന് നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കാം. അപ്പോൾ സുധിയാണെങ്കിൽ അല്ല, നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞാൽ മതിയോ, ഞങ്ങളുടെ ഒപ്പീനിയനും കൂടി അറിയണ്ടേ? അപ്പൊ നിന്റെ ഒപ്പീനിയൻ എന്തറിയാൻ എന്ന് സച്ചിൻ ചോദിക്കാം. അറിയണം, കാരണം അച്ഛമ്മേ ഒരു കാര്യമുണ്ട് അച്ഛമ്മേ, ദേ എൻ്റെ ഷോറൂമിലാണെങ്കിൽ ഇപ്പം നല്ല തിരക്കാം, എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല, ഷോറൂം ഇട്ടിട്ട് അങ്ങനെ വരാനായിട്ട് പറ്റുമോ? ഇപ്പം ശ്രുതിയാണെങ്കിൽ അതെ, എൻ്റെ ബ്യൂട്ടി പാർലറും ഇപ്പോൾ കുറച്ച് തിരക്കുകൾ കൂടി വരുന്നുണ്ട്, ഇനി അതും ഇട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള കസ്റ്റമർ കൂടി വരില്ല അച്ഛമ്മേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഏതായാലും വരാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീകാന്തും പറയാണ്, അച്ഛമ്മേ എനിക്കും അത്യാവശ്യം നന്നായിട്ട് തിരക്കുണ്ട്, അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ അവർ വേറെ ആരെങ്കിലും നിർത്തും, അതും ശരിയല്ലല്ലോ. അപ്പോൾ വർഷയും ഇതേ കാര്യങ്ങൾ തന്നെ പറയുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. അപ്പം അങ്ങനെയാണല്ലേ, അപ്പം എൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ ഒരു കൊച്ചുമക്കളും ഇല്ല, കൊച്ചുമക്കള് ഇത്ര പെട്ടെന്ന് വലുതായി പോയെന്ന് ഞാൻ അറിഞ്ഞില്ല, അച്ഛമ്മയുടെ കാര്യങ്ങൾ പോലും നോക്കാൻ പറ്റുന്ന അവസ്ഥയായി പോയെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ നമ്മുടെ അച്ഛമ്മ പറയുക. ഇത് കഴിഞ്ഞപ്പോഴേക്കും രേവതി ആണെങ്കിൽ അച്ഛമ്മേ എന്ത് ചെയ്യാൻ അച്ഛമ്മേ, അച്ഛമ്മ സങ്കടപ്പെടല്ലേ, എല്ലാവരും കൂടി ആഘോഷിക്കുന്നതാണ് അതിൻ്റെതായ ശരി. അപ്പോൾ രവി ആണെങ്കിൽ അമ്മേ കേട്ടില്ലേ അമ്മേ, എല്ലാവരും ഉണ്ടെങ്കിലേ ഒരു രസമുള്ള അമ്മേ, അതുകൊണ്ട് അമ്മ ഇങ്ങോട്ട് വാ, നമുക്കിവിടെ അടിപൊളിയായിട്ട് ആഘോഷിക്കാമല്ലോ, അമ്മ ഇതിന് വാശിയൊന്നും പിടിക്കരുത്, നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് ആഘോഷിക്കാം അമ്മ എന്നിങ്ങനെ അമ്മയോട് കൂടുതൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി, നിങ്ങളുടെ ആഗ്രഹം അതാണെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് ഇവിടെ തന്നെ പിറന്നാൾ ആഘോഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കിടന്ന് തുള്ളിച്ചാടുകയാണ്. എൻ്റെ പൊന്നാരച്ചമ്മ ഏതായാലും പറഞ്ഞല്ലോ, എന്നാൽ പിന്നെ നമുക്ക് അതെ ഈ ഒരു പിറന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? അത് പറ്റില്ല, എനിക്കിപ്പോൾ ഏതായാലും പോകണം, പോയിട്ട് അവിടെ പോയി കാര്യങ്ങളെല്ലാം നീക്കണം. ഇപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ അയ്യോ രേവതിയുടെ കാലിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. രേവതിയുടെ കാലം കുഴപ്പമില്ല, നിനക്ക് അടുക്കളയിൽ കയറാതിരിക്കാൻ വേണ്ടിയില്ല ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം അച്ഛമ്മയാണെങ്കിൽ മോളെ നീ എല്ലാ ജോലികളും ഇവിടെ കൊണ്ട് ചെയ്യിക്കാന്നാണെങ്കിൽ ഞാൻ വെറുതെ വിടില്ല സച്ചി, നീ രേവതിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എൻ്റെ പൊന്നച്ഛമ്മേ, ഞാൻ രേവതിയോട് പറഞ്ഞാലും അവൾ 24 മണിക്കൂർ അടുക്കളയിൽ തന്നെയാണ്, അപ്പം എന്ത് ചെയ്യാനാണ് രേവതി, ഇനി അങ്ങനെ വേണ്ടട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛമ്മയെ യാത്ര അയക്കണം അവരെല്ലാവരും കൂടി ചേർന്നിട്ട്. അങ്ങനെ അച്ഛമ്മ പോയി കഴിഞ്ഞപ്പോഴേക്കും രവിയും അതേപോലെ തന്നെ സച്ചിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അതേപോലെ തന്നെ ശ്രീകാന്തും ഉണ്ട്. നമുക്ക് അച്ഛമ്മയുടെ പിറന്നാൾ അടിപൊളിയായിട്ട് ആഘോഷിക്കണ്ടേ? 60ാം പിറന്നാളും അടിപൊളിയായിട്ട് തന്നെയാണ് ആഘോഷിച്ചത്, അതേപോലെ തന്നെ നമുക്ക് ഈ പിറന്നാളും അടിപൊളിയായിട്ട് തന്നെ ആഘോഷിക്കണം എന്ന് പറയാണ്. ആഘോഷിക്കണം, അതിന് കുറേ ചിലവുകളൊക്കെ വരും കേട്ടോ സച്ചി. പിന്നെ ശ്രീകാന്തിനോടും പറയാ, അമ്മയ്ക്ക് ഒരു കുറവും ഉണ്ടാകാനായിട്ട് പാടില്ല, ഇനിയിപ്പോൾ ചന്ദ്രയും കൂടി വരികയല്ലേ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ശ്രീകാന്ത് പറയുകയാണ്, ശരി നമുക്ക് ആഘോഷിക്കാം അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് പോവുക. അപ്പോൾ സച്ചി മാത്രമാണെങ്കിൽ മൂഡ് ഓഫ് ആയിട്ട് അങ്ങനെ ഇരിക്കുക. ആ സമയത്ത് എന്താ പറയുക, നിനക്ക് എന്ത് പറ്റി, നീ എന്താ ഇത്ര പെട്ടെന്ന് മൂഡ് ഓഫ് ആയത്? ഒന്നുമില്ല അച്ഛാ,
ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇതിൽ കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട, നമുക്ക് അച്ഛമ്മയുടെ പിറന്നാളാഘോഷം അടിച്ചു പൊളിക്കണം, അതൊക്കെ ഏറ്റുവെച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അതിങ്ങനെ പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുധിയെ കാണിക്കുകയാണ്. അപ്പോൾ സുധി നേരെ പാർക്കിലേക്ക് ചെല്ലുക. അപ്പോൾ പാർക്കിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അതെ എടാ ഇത് ഭയങ്കര പ്രശ്നമാണല്ലോടാ. അപ്പോൾ സുധിയുടെ ആ ഒരു കൂട്ടുകാരനെ കാണുകയാണ്. എന്ത് പ്രശ്നം? അപ്പോൾ നീ എന്നെ കാണാനല്ല വന്നത്, നീ എന്താ പ്രശ്നം പറയിക്കാനാണ്? അതേടാ എടാ എൻ്റെ ഷോറൂമിലെ 2 പേര് വന്നു, അവരെന്നിട്ട് 5 ലക്ഷം രൂപയുടെ സാധനങ്ങളെല്ലാം എടുത്തു, എന്നെ പറ്റിച്ചടാ. എന്നിട്ട് ഞാൻ ഇതുവരെയായിട്ട് ശ്രുതിയോട് ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ രേവതിയുടെ ഒളിപ്പിച്ച് വെച്ച സ്വർണ്ണമാണ് ഞാൻ കൊണ്ടേ വിറ്റിട്ട്, അമ്മ അത് പണയം വെക്കാനാ പറഞ്ഞത്, പക്ഷെ ഞാനത് വിറ്റിട്ടാണ് ഇത്രയും കടങ്ങളെല്ലാം വീട്ടിയതിട. അങ്ങനെ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും അവിടെ ശ്രുതി പറയുക. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്താണത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇതുവരെയായിട്ടും ശ്രുതിയോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അമ്മയുടെ മുന്നിൽ ആ സ്വർണ്ണങ്ങളെല്ലാം കൊണ്ടുവെക്കണം. എടാ നിനക്ക് നീ എന്നെ ഒന്ന് സഹായിക്കണം, ഇത്ര ലക്ഷം രൂപ ഒന്ന് തരാമോ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യടാ നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല, നീയേ എന്നോട് പൈസ ചോദിക്കുന്നു, എടാ പൈസ നേരത്തോളം മതി, എനിക്ക് തീരെ വിശ്വാസമില്ല. അതുകൊണ്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നു മോനെ നീ എൻ്റെ മുന്നിലേക്ക് വരാൻ നിൽക്കരുത്, ദയവ് ചെയ്ത് എന്നെ ശല്യപ്പെടുത്താൻ നിൽക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ കൂട്ടുകാരൻ പോവുകയാണ്. ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. ദൈവമേ ഞാൻ ആരോട് പോയി ചോദിക്കും എന്നാണ് ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത്. പിന്നീട് നമ്മുടെ ചന്ദ്ര വരികയാണ്. ചന്ദ്ര കാറിൽ നിന്നിറങ്ങിയാണ്, നെറ്റിൽ മുഴുവൻ ചന്ദ്രകുറിയകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ രവി വന്നിട്ട് ചോദിക്കുന്നു, ചന്ദ്ര നീ ഇത്ര ലേറ്റ് ആയത്, ഒരു ട്രെയിൻ വരാൻ വൈകിയോ, അല്ലെങ്കിൽ ഇവൻ നിന്നെ കൊണ്ടുവരാനായിട്ട് വൈകിയോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും അയ്യോച്ചാ ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ അങ്ങോട്ട് പോയത്, ട്രെയിൻ വരാനും വൈകിയില്ല, ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലേറ്റായിട്ടൊന്നും ഇല്ലച്ചാ എന്നിങ്ങനെ പറയുകയാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എടാ നീ ഏതായാലും കാറിൽ നിന്ന് പോയി പെട്ടികളൊക്കെ എടുത്തിട്ട് വാ എന്ന് പറയുകയാണ്. അപ്പോൾ രവിയാണെങ്കിൽ സ്നേഹത്തോടെ എന്താ ചന്ദ്രേ നിനക്ക് സുഖം തന്നെയല്ലേ, യാത്രയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളി ആയിരുന്നോ? യാത്രയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല രവിയേട്ടാ, നല്ല സുഖമായിട്ട് പോയിട്ട് വന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കേ മനസ്സൊക്കെ നല്ല ക്ലിയറായി. അപ്പോൾ ദാ വരുന്നു നമ്മുടെ സച്ചി ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഇത്ര ദഹിച്ചില്ല. കാരണം ഇനി രേവതിക്കിട്ട് ചീത്ത പറയല് അത് കേൾക്കാനായിട്ട് പോവുകയാണല്ലോ. അപ്പോൾ അത് നമ്മുടെ സച്ചിക്ക് അത്ര ദഹിച്ചിരുന്നില്ല. സച്ചി നേരെ വാദിക്കാൻ നിൽക്കണം. അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, രവിയേട്ടാ എങ്ങനെയുണ്ട് രേവതിക്ക്, കാലിന്റെ വേദനയൊക്കെ കുറഞ്ഞോ രേവതിക്ക്? ഇപ്പൊ ഉള്ള കാലം യാതൊരു കുഴപ്പമില്ല, നന്നായിട്ട് നടക്കുകയും ചെയ്യാം. ഇത് കഴിഞ്ഞപ്പോൾ ആശ്വാസമായി. അച്ഛാ അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് രേവതിയുടെ കാലിന് കുഴപ്പമുണ്ടോന്നൊക്കെ. ഇനി രേവതിയുടെ കാലിന് കുഴപ്പമുണ്ട്, അവൾക്ക് നടക്കാൻ പറ്റില്ല, ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ വിടും വേറെ ഏതെങ്കിലും ആശ്രമത്തിലേക്ക്, പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് വരാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതേ രവിയേട്ടാ കേട്ടില്ല രവിയേട്ടാ, ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ, അപ്പം തന്നെ അവൻ കളിയാക്കാൻ തുടങ്ങിയത് കേട്ടില്ല രവിയേട്ടാ. എൻ്റെ സച്ചി നീ ഒന്ന് മിണ്ടാതിരിക്കും, അവൾ അങ്ങോട്ട് കയറട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര കയറുകയാണ്. പിന്നീട് സച്ചിയെ തന്നെ കാണിക്കുകയാണ്. സച്ചിക്കാണെങ്കിൽ ആകെ സങ്കടം വരിക, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. കാരണം സച്ചിയുടെ കയ്യിൽ 10 പൈസ ഇല്ല ഇനിയിപ്പോൾ ബ്രദർ ആഘോഷിക്കാനായിട്ട്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രേവതി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ രേവതി സച്ചിയോട് ചോദിക്കുകയാണ്, സച്ചിയേട്ടാ എന്ത് പറ്റി സച്ചിയേട്ടാ ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ, എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴേക്കും രേവതി അച്ചമ്മയുടെ ബർത്ത്ഡേ ഇല്ലേ, നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കണ്ടേ? അത് പിന്നെ വേണ്ടേ, അച്ചമ്മയുടെ പിറന്നാൾ ആഘോഷം നമുക്കിവിടെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കുക തന്നെ വേണം. അതൊക്കെ വേണം, പക്ഷേ ഈ 60ാമത്തെ പിറന്നാളെ അച്ചമ്മയുടെ അടിച്ചു പൊളിച്ച് തന്നെയാണ് ആഘോഷിച്ചത്. അപ്പം ഞാൻ ചെറുതായിരുന്നു, എനിക്ക് സമ്മാനമൊന്നും കൊടുക്കാനായിട്ട് സാധിച്ചില്ല രേവതി. പക്ഷേ ഈ പ്രാവശ്യം ആഘോഷിക്കാൻ നേരത്ത് എനിക്ക് നല്ലൊരു സമ്മാനം അച്ചമ്മയ്ക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് രേവതി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അത് പിന്നെ വേണ്ടേ, നമുക്ക് അച്ചമ്മയ്ക്ക് നല്ല അടിപൊളി സമ്മാനമൊക്കെ കൊടുക്കണ്ടേ? പക്ഷേ അതിനുള്ള പൈസയാണ് ഇപ്പം കയ്യിലില്ലാത്ത രേവതി. ഇത് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്കും ആകെ സങ്കടം തോന്നുകയാണ്. രേവതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എവിടെന്നെങ്കിലും പൈസ കടം മേടിക്കാനായിട്ട് പറ്റുമോ ഫിനാൻസുകാരോട്? നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടോ? എനിക്കോ? അച്ചമ്മയ്ക്ക് വേണ്ടിയല്ലേ സച്ചിയേട്ടാ, അച്ചമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കോ? എനിക്കങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുമില്ല, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ദേ എൻ്റെ ജീവിതം എങ്ങനെ പോകുന്ന ആലോചിച്ചുകൊണ്ട് നിന്നിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത്. പക്ഷേ അച്ചമ്മ എല്ലാ കൊച്ചുമക്കളെക്കാളും കൂടുതലായിട്ട് അച്ചമ്മ എന്നെ സ്നേഹിച്ചു, സപ്പോർട്ട് ചെയ്തു. ദേ
ഇവിടുത്തെ അമ്മ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരാൻ നേരത്ത് അച്ഛമ്മേലെ എതിർത്തിട്ടുള്ളത്, എനിക്ക് വേണ്ടി സപ്പോർട്ട് നിന്നിട്ടുള്ളത്. പിന്നെ അമ്മ മേടിക്കണേക്കാളും കൂടുതൽ സ്വർണങ്ങളെല്ലാം അച്ഛമ്മല്ലേ എനിക്ക് തന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ അച്ഛമ്മയുടെ കാര്യം എനിക്ക് മറക്കാനായിട്ട് സാധിക്കോ? നമുക്കിവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ അച്ഛമ്മ വിചാരിക്കുന്നതിലപ്പുറം നമുക്ക് പിറന്നാളാഘോഷം അടിച്ചു പൊളിക്കണം. പിന്നെ അച്ഛമ്മയ്ക്ക് നല്ലൊരു കിടിലൻ സമ്മാനവും നമുക്ക് കൊടുക്കണം. അതില് യാതൊരു തർക്കവും സച്ചിയേട്ടാ, അത് ഉറപ്പുള്ള കാര്യം. അപ്പൊ സച്ചിക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കുകയാണ്. അപ്പൊ നമുക്ക് അച്ഛമ്മയ്ക്ക് സമ്മാനം കൊടുക്കാനായിട്ട് സാധിക്കുമല്ലേ? പിന്നെ അല്ലാതെ സച്ചിയേട്ടാ, സച്ചിയുടെ ടെൻഷൻ ആവല്ലേ. അച്ഛമ്മ എൻ്റെ സ്വന്തം അച്ഛമ്മ തന്നെയാണ്, എൻ്റെ സ്വന്തം അച്ഛമ്മ പോലെ തന്നെ ഞാൻ കരുതുന്നത് എന്ന് പറയാ. അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.